വൈവിധ്യമാണ് മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ യുണീക്ക്നെസ്, പ്രത്യേകത എന്ന് പറയുന്നത്. 7150 ഭാഷകൾ ലോകത്തുണ്ട്. 4300 മതങ്ങളും വിശ്വാസ സംവിധാനങ്ങളുമുണ്ട്. ഏകദേശം 370 മില്യൺ ഗോത്ര വിഭാഗത്തിലെ ജനങ്ങൾ തന്നെയുമുണ്ട്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത ജീവിത രീതികൾ പുലർത്തിപ്പോരുന്ന, വ്യത്യസ്ത ഭക്ഷണ രീതികളില്ല, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈവിധ്യങ്ങളുള്ള ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. മനുഷ്യന് പുറമെ ഈ ഭൂമിയിൽ മറ്റനേകം സ്പീഷീസുകളുണ്ട്. 8.7 മില്യൺ സ്പീഷീസുകൾ ആകപ്പാടെ ഭൂമിയിലുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. 2.2 മില്യൺ സ്പീഷീസുകൾ കടലിലുണ്ട്. 6.5 മില്യൺ സ്പീഷീസ് ജീവികൾ കരയിലുമുണ്ട്. ഈ സമയം വരെ തിരിച്ചറിഞ്ഞ് നാമകരണം ചെയ്യപ്പെട്ട സ്പീഷീസുകളുടെ എണ്ണം വെറും 1.5 മില്യൺ മാത്രമാണ് എന്നറിയുമ്പോഴാണ് 80% കൂടുതൽ ജീവജാലങ്ങളും സ്പീഷീസുകളും ഇനിയും കണ്ടെത്താനും നാമകരണം പോലും ചെയ്യപ്പെടാനും ബാക്കിയുണ്ട് എന്നുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഒരു പുല്ലായി പിറക്കുകലും പുണ്യം എന്ന് ജി ശങ്കരക്കുറുപ്പ് ചെറിയ പുല്ലിനെക്കുറിച്ച് പോലും പറഞ്ഞത്. ഒരു ചെറിയ പുൽച്ചെടിക്ക് പോലും ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ, ഈ ഒരു എക്കോസിസ്റ്റത്തിൽ, ആവാസ വ്യവസ്ഥയിൽ വളരെ കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്, ഭാഗധേയമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വലിയ എക്കോസിസ്റ്റത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. അവിടെ ജീവനുള്ളതും അല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കളുണ്ട്. ജീവനുള്ള വസ്തുക്കളെ, സജീവാംശങ്ങളെ ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ, ജീവനില്ലാത്ത വസ്തുക്കളെ, നിർജീവാംശങ്ങളെ അബയോട്ടിക് കോമ്പണൻസ് എന്നാണ് ശാസ്ത്രം പരിചയപ്പെടുത്തുന്നത്. നിർജീവാംശങ്ങളായ ഒരുപാട് വസ്തുക്കൾ മണ്ണ് പോലെ, ജലം പോലെ, വായു പോലെ നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യനുൾപ്പെടെയുള്ള ഒരു ജീവിയും ഒറ്റക്കല്ല എന്നുള്ളതാണ്. മനുഷ്യനുൾപ്പെടെയുള്ള ഒരു ജീവിയും പ്രപഞ്ചത്തിലെ ഒന്നും, ഒരു കമ്പണൻറ്റും ഒരു എലമെൻറ്റും ഒറ്റക്കല്ല, ഒപ്പമാണ്, ഒരുമിച്ചാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ചെറു ക്ലാസ്സുകളിൽ ബയോളജി പാഠപുസ്തകത്തിൽ ഭക്ഷ്യശൃംഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ഫുഡ് ചെയിനിനെ കുറിച്ച്. ഇങ്ങനെ ഒട്ടനവധി തരത്തിലുള്ള ബന്ധങ്ങൾ മനുഷ്യർ തമ്മിലുണ്ട്. മനുഷ്യനും മറ്റു ജന്തുക്കളും തമ്മിലുണ്ട്. മനുഷ്യനും ജീവനില്ലാത്ത വസ്തുക്കളും തമ്മിലുണ്ട്. ഈ ഒരു ബന്ധമാണ് പ്രപഞ്ചത്തെ, ഈ ഒരു എക്കോസിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. മനുഷ്യ ശരീരമെടുത്താൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. 37 ട്രില്യൺ എന്ന വലിയ നമ്പർ കോശങ്ങൾ നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ മാത്രമുണ്ട്. ഈ 37 ട്രില്യൺ കോശങ്ങൾ 220 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രത്യേകം ജോലികളുള്ള, ഫങ്ഷനുകളുള്ള കോശവിഭാഗങ്ങളായി മാറി, ടിഷ്യൂകളായി, കലകളായി മാറി, അവയവങ്ങളായി മാറി പ്രത്യേകം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഓരോ മനുഷ്യനും. അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഓരോ മനുഷ്യനും ഇവിടെ ജീവിച്ചു പോരുന്നത്. ഈ 37 ട്രില്യൺ കോശങ്ങളും ഒരൊറ്റ കോശത്തിൽ നിന്ന് വിഭജിച്ചുണ്ടായതാണ്. ഒരു സ്പേമും ഒരു ഓവവും ഒന്നായി സൈഗോട്ട് എന്ന, സിക്താണ്ഡമെന്ന ഒരൊറ്റ കോശം ഉണ്ടാകുകയും ആ കോശം വിഭജിക്കുകയും വീണ്ടും വിഭജിക്കുകയും ട്രില്യൺ കണക്കിന്, കൃത്യമായി പറഞ്ഞാൽ 37 ട്രില്യൺ കോശങ്ങൾ ഉണ്ടാവുകയും അത് കലകളായി മാറുകയും ആ കലകൾ ഓർഗനുകൾ, അവയവങ്ങളായി മാറുകയും ഒരു ടോട്ടൽ മനുഷ്യനാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സൈഗോട്ടിനെ ഒരൊറ്റ കോശത്തിൽ നിന്ന് വിവിധങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്ന മറ്റനേകം കോശങ്ങളായി മാറാനുള്ള കഴിവുള്ള സൈഗോട്ടിനെ ടോട്ടിപ്പൊട്ടൻ്റ് സെൽ എന്ന് പറയുന്നത്. ടോട്ടിപ്പൊട്ടൻസി എന്നാണ് ആ കഴിവിന് പറയുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് മനുഷ്യൻ സോഷ്യലി ടോട്ടിപ്പൊട്ടൻ്റായിട്ടുള്ള, ടോട്ടിപ്പൊട്ടൻസിയുള്ള ഒരു ജീവിയാണ്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്, മനുഷ്യൻ്റെ സഹാനുഭൂതി കൊണ്ട്, സിമ്പതി കൊണ്ട്, ഇതര ജീവികളോട് പെരുമാറാൻ ഉള്ള കഴിവ് കൊണ്ട്, സംസാരശേഷി കൊണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ കൊണ്ട് മനുഷ്യൻ്റെ മുന്നിലുള്ള സാധ്യതകൾ അനന്തമാണ്.
മനുഷ്യർ തമ്മിലുള്ള സാധ്യതകളും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സാധ്യതകളും മനുഷ്യനും ജീവനില്ലാത്ത വസ്തുക്കൾ തമ്മിലുള്ള സാധ്യതകളും നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അത് അനന്തമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സൈഗോട്ട് ടോട്ടിപ്പൊട്ടൻ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ എന്ന ജീവി, സോഷ്യൽ അനിമൽ എന്ന് നാം വിളിക്കുന്ന മനുഷ്യൻ എന്ന ജീവി സോഷ്യലി ടോട്ടിപ്പൊട്ടൻ്റ് ആണെന്ന് നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യനും ഒറ്റക്കല്ല എന്നുള്ളത് തന്നെയാണ്. മനുഷ്യർ ഒപ്പമാണ്. മനുഷ്യരും ഇതര ജീവികളും ഒരുമിച്ചാണ്. ഈ ഒരുമിച്ചുള്ള പോക്കാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മാത്രം 30 മുതൽ 40 ട്രില്യൺ വരെ ബാക്ടീരിയകൾ ഉണ്ടെന്നാണ്. കോമൺ സെൽ ബാക്ടീരിയ എന്ന് പറയും. മനുഷ്യനോട് ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന, മനുഷ്യൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന, പരസ്പരം സഹകരണത്തോടെ മനുഷ്യന് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്ന 30 മുതൽ 40 ട്രില്യൺ ബാക്ടീരിയകൾ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 37 ട്രില്യണാണ് നമ്മുടെ കോശങ്ങളുടെ എണ്ണം. ഏകദേശം അത്ര തന്നെ കോശങ്ങൾ 30 മുതൽ 40 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണത്തിൻ്റെ അത്ര തന്നെ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന വൈറസുകളെയും ആർക്കകളെയും ഫംഗസുകളെയും കൂടെ കണക്കെടുക്കുമ്പോൾ 100 ട്രില്യൺ സൂക്ഷ്മജീവികൾക്കുള്ള ഒരു വലിയ എക്കോസിസ്റ്റമാണ് ഓരോ മനുഷ്യനും എന്നുള്ളതാണ്. ഞാനെന്ന് നമ്മൾ ഉരവിടുമ്പോൾ, ഞാനെന്ന് വീണ്ടും അഹങ്കാരം പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ 100 ട്രില്യൺ സൂക്ഷ്മജീവികൾ അവരുടെ ജീവിത ആവാസ വ്യവസ്ഥയായി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നമ്മുടെ വായിൽ, നമ്മുടെ കുടലിൽ, നമ്മുടെ ത്വക്കിൽ, നമ്മുടെ ശ്വസനനാളിയിൽ, നമ്മുടെ അന്നനാളിയിൽ, നമ്മുടെ മൂത്രനാളിയിൽ അവരുണ്ട്. മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്, ആർക്കകളുണ്ട്, ഫംഗൈകളുണ്ട്. അവർ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. അവർ നമുക്ക് പ്രതിരോധം നൽകുന്നുണ്ട്. വിറ്റാമിൻ ബി, കെ പോലുള്ള വിറ്റാമിൻസിൻ്റെ ഉൽപ്പാദനത്തിന് പോലും ഒരു വേള അവർ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനും ഒറ്റക്കല്ല. ഒരു മനുഷ്യനും മറ്റനേകം സൂക്ഷ്മജീവികളുടെ ഒപ്പമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നിങ്ങൾ മനുഷ്യൻ്റെ ശരീരം എടുത്തു നോക്കൂ, മനുഷ്യൻ്റെ ഓരോ അവയവവും എടുത്തു നോക്കൂ. ഒരൊറ്റ അവയവവും പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയവും നമ്മുടെ ശ്വാസകോശവും നമ്മുടെ രക്തക്കുഴലുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജനും അന്നജവും ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നു. ശ്വാസകോശത്തിൻ്റെ പ്രശ്നം ഹൃദയത്തിൻ്റെ പ്രശ്നമായി മാറുന്നു, ഹൃദയത്തിൻ്റെ പ്രശ്നം ശ്വാസകോശത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. ഇങ്ങനെ നമ്മുടെ ബ്രെയിനും സുഷുമ്നയും ഒരുമിച്ച് പ്രവർത്തിച്ച് മറ്റ് അവയവങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു അവയവത്തിൻ്റെ പ്രശ്നം മറ്റൊരു അവയവത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. അവയവങ്ങൾ ഒപ്പമാണ്, ഒരുമിച്ചാണ് എന്നുള്ളതാണ്. ലിവറും പാൻക്രിയാസും കുടലുകളും ഒരുമിച്ച് ദഹന പ്രക്രിയ നിയന്ത്രിക്കുന്നത് പോലെ കിഡ്നിയും ഹൃദയവും രക്തക്കുഴലുകളും നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പോലെ, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ വേസ്റ്റുകളെ പുറംതള്ളുന്നത് പോലെ എല്ലാ അവയവങ്ങളെയും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോണുകൾ ഒരുമിച്ച് നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോ കോശങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പരസ്പരം ഒപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങളാണ് ഓരോ അവയവ വ്യവസ്ഥകളും എന്നാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർ തമ്മിലും നമുക്കത് കാണാൻ സാധിക്കും. മനുഷ്യർ തമ്മിലുള്ള റിലേഷനാണ്, ബന്ധങ്ങളാണ്, കൂടിച്ചേരലുകളാണ്, സ്നേഹമാണ് മനുഷ്യകുലത്തെ ഇത്രമേൽ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനുള്ളത് നീ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു ആപ്തവാക്യമുണ്ട്. ഞാനുള്ളത് നീ ഉള്ളത് കൊണ്ടാണ്. ഒരു മകനുള്ളത് കൊണ്ടാണ് അമ്മയുണ്ടാകുന്നത്. ഒരു മകളുള്ളത് കൊണ്ടാണ് അച്ഛനുണ്ടാകുന്നത്. സ്വന്തം ക്ലാസ്സിൽ മുന്നിലിരുന്ന് ഓരോ കസേരയിലും ബെഞ്ചിലും ഇരുന്ന് കേൾക്കാൻ വിദ്യാർത്ഥികളുള്ളത് കൊണ്ടാണ് അധ്യാപകൻ ഉണ്ടാകുന്നത്. തൊട്ടു മുന്നിൽ വന്നിരുന്ന് പരിശോധിക്കപ്പെടാൻ അവസരം നൽകുന്നത് കൊണ്ടാണ്, രോഗി പരിശോധിക്കപ്പെടാൻ അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് ഡോക്ടർ ഉണ്ടാകുന്നത്. ക്ലയൻസുകളുള്ളത് കൊണ്ടാണ് അഡ്വക്കേറ്റ്സ് ഉണ്ടാകുന്നത്. മേടിച്ച് കഴിക്കാൻ ഇവിടെ ഉപഭോക്താക്കളുള്ളത് കൊണ്ടാണ്, ആളുകളുള്ളത് കൊണ്ടാണ് കർഷകൻ വീണ്ടും വീണ്ടും വിത്തിറക്കുന്നത്. യാത്ര ചെയ്യാൻ ആളുകളുള്ളത് കൊണ്ടാണ് ഡ്രൈവർമാരുണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. പരസ്പരം ഭൂമിക്ക് പുറത്ത് അകന്നകന്ന് പോകുന്നവരാണ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും
ഭൂമിക്കടിയിലെ വേരുകൾ എത്രമേൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ടോ അത്രമേൽ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യർ തമ്മിലും മനുഷ്യരും മറ്റു ജീവികൾ തമ്മിലും ജീവനില്ലാത്ത മറ്റു വസ്തുക്കൾ തമ്മിലും കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരുടെ തലമുറകൾ തമ്മിൽ ഈ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. നാം ഇന്നിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ തണലും അനേകം വർഷങ്ങൾ കൊണ്ട് മറ്റാരോ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നട്ടതും നനച്ചതും വളർത്തിയതായ മരത്തിൻ്റെ തണലുകളാണ്. ഈ ഒരു ബന്ധം മനുഷ്യൻ്റെ തലമുറകൾ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് സുഗതകുമാരി ടീച്ചർ പാടിയത്, ഒരു തൈ നടാം നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം നമുക്ക് കൊച്ചുമക്കൾക്ക് വേണ്ടി. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കേണ്ടതുണ്ട്, നമ്മുടെ ഉമ്മക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി സമയം നീക്കി വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ തലമുറകൾ വഴി ആ ഒരു ബന്ധം ഇവിടെ നിലനിന്ന് പോകേണ്ടതുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഒരുമിച്ചുള്ളതാണ്, അത്രമേൽ ഒപ്പം നിൽക്കുന്നതാണ്, അത്രമേൽ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രകൃതി നമ്മെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ളതാണ്. പ്രകൃതി പരിസ്ഥിതിയെ കാണാൻ നമ്മൾ തോട് കാണാൻ പോകുന്നു, നമ്മൾ പുഴ കാണാൻ പോകുന്നു, നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നു, കൊടൈക്കനാലിലേക്ക് പോകുന്നു, മൂന്നാറിലെ തണുപ്പനുഭവിക്കാൻ പോകുന്നു, കടൽ കാണാൻ പോകുന്നു. പ്രകൃതി മനുഷ്യന് പുറത്തുള്ളതല്ല, പ്രകൃതി മനുഷ്യനകത്തുകൂടിയുള്ളതാണ്. നമ്മൾ കൂടി പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതി പുറത്തല്ല, നമ്മൾ കൂടി അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഒരു വലിയ എക്കോസിസ്റ്റത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മൾ. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു ബയോളജിക്കൽ ഡിപ്പെൻഡൻസ്, ജൈവശാസ്ത്രപരമായ ഒരു ആശ്രയത്വം മനുഷ്യർ തമ്മിലും മനുഷ്യരും മറ്റു ജീവികളും തമ്മിലും ജീവനില്ലാത്ത വസ്തുക്കൾ തമ്മിലും ഉണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്ക് ഓക്സിജൻ തരുന്നത് ഓരോ ശ്വസന സമയത്തും നാം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെയുള്ള മരങ്ങൾ സ്വാംശീകരിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണം ചെയ്ത് ഓക്സിജൻ നമുക്കായി നൽകുന്നു. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ജലം ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു, നമ്മുടെ ജീവിതം ലഭിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തുലിതാവസ്ഥ അതിലുണ്ടാവേണ്ടതുണ്ട്. ഒരു എക്കോളജിക്കൽ ബാലൻസ്, പ്രകൃതി സന്തുലിതാവസ്ഥ അതിലുണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ പുരോഗമനം, നമ്മുടെ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ആവേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. നിങ്ങൾ വായിച്ചു, രാജസ്ഥാനിൽ നിന്നും വന്ന വാർത്തകൾ നമ്മൾ വായിച്ചു. ആരവലി മലനിരകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു രാജ്യത്തെ പരിരക്ഷിച്ചു പോരുന്ന ഒരു വലിയ മരനിരകളെ, ഒരു ബയോഡൈവേഴ്സിറ്റിയെ തന്നെയും വലിയ വലിയ കുത്തുകൾക്ക് വേണ്ടി തീരെഴുതുന്ന പ്രകൃതിയെ തന്നെ വിൽക്കുന്ന ഇടപെടലുകൾ നമ്മുടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടി വരും. യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി ആഘാത പഠനങ്ങളും നടത്താതെ, എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ചെയ്യാതെ പ്രകൃതിയെ തീരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിവേകമുള്ള ജീവി എന്നർത്ഥത്തിൽ, ബുദ്ധിയുള്ള ജീവി എന്നർത്ഥത്തിൽ, കൂടുതൽ ഉത്തരവാദിത്വമുള്ള സ്പീഷ്യസ് എന്ന അർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ടാണ് സുഗതകുമാരി ടീച്ചർ തുടർന്ന് പറയുന്നത്, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇവിടെയുള്ള കിളികളും ഇവിടെയുള്ള പക്ഷികളും ഇവിടെയുള്ള മൃഗങ്ങളും ഇവിടെയുള്ള സകല ജന്തുക്കളും, ഞാൻ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സ്പീഷീസുകളും നമ്മെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയല്ല, നാം അവയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ്. വിവേകമുള്ള ജീവികൾ എന്നർത്ഥത്തിൽ അവരുടെ സംരക്ഷണം കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ്. നാളെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ നിന്നും ലഭിച്ച ഈ പ്രകൃതി ഇതുപോലെ ഇവിടെ ബാക്കിയാവുന്നതിന് വേണ്ടി, മനുഷ്യർ ബാക്കിയാവുന്നതിന് വേണ്ടി ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടിയിരിക്കുന്നു. നാം സംസാരിക്കുന്ന ഭാഷകൾ, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് പോലെയുള്ള ഭാഷകൾ, ഈ ഭാഷകളൊന്നും ഒറ്റക്കല്ല, ഈ ഭാഷകളൊക്കെ ഒരുമിച്ച് വന്നവയാണ്. പ്രധാനമായും 2 ഭാഷാ കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒന്ന് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബമാണ്. ഇംഗ്ലീഷുണ്ട്, ലാറ്റിനുണ്ട്, സംസ്കൃതമുണ്ട്. ലാറ്റിനിലെ മാതർ എന്ന പദവും സംസ്കൃതത്തിലെ മാതൃ എന്ന പദവും ഇംഗ്ലീഷിലെ മദർ എന്ന പദവും അമ്മയെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, ഉമ്മയെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ആകസ്മികമല്ല, ഒപ്പം നിന്നതിൻ്റെ അനന്തരഫലമാണ്. ഒരുമിച്ച് ഭാഷകൾ ഉണ്ടായതിൻ്റെ അനന്തരഫലമാണ്. നാം സംസാരിക്കുന്ന മലയാളം, നമ്മുടെ അയൽവാസികളായ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന തമിഴ്, കന്നഡ, തെലുങ്ക് എത്രമേൽ സാമ്യങ്ങളാണ്. എല്ലാ ഭാഷയിലും, ഈ 4 ഭാഷയിലും അമ്മ എന്നുള്ളത് ഒരേയൊരു
ഏകപദമാണ്, സമാന പദമാണ്. ഈ ദ്രാവിഡ ഭാഷകൾ നമ്മുടെ നാടിന് നമ്മൾ ഊരി എന്ന് പറയുന്നു, തമിഴ്നാട്ടിലെ ജനങ്ങളും ഊരി എന്ന് പറയുന്നു, കന്നഡക്കാരും അതുപോലെ തെലുങ്കുകാരും ഊരു എന്ന് പറയുന്നു. നമ്മൾ ജലത്തിന് നീരി എന്ന് പറയുമ്പോൾ തമിഴന്മാരും നീരി എന്ന് പറയുമ്പോൾ കന്നഡക്കാരും തെലുങ്കുകാരും അതിനവർ നീരു എന്ന് പറയുന്നു. ഇങ്ങനെ അനേകം സാമ്യതകൾ, അനേകം കൊടുക്കലും വാങ്ങലുകളും അനേകം കൈമാറ്റങ്ങളോടെ രൂപപ്പെട്ടതാണ് നമ്മുടെ ഭാഷകൾ. എത്ര പദങ്ങളാണ് മലയാളം ഇതര ഭാഷകളിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. നമ്മുടെ ജനാലയും നമ്മുടെ കസേരയും നമ്മുടെ മേശയും വന്നത് പോർച്ചുഗീസിൽ നിന്നാണെങ്കിൽ നമ്മുടെ കോടതിയും നമ്മുടെ വക്കീലും അറബി ഭാഷയോ പേർഷ്യൻ ഭാഷയോ ആണ്. നമ്മുടെ കാലവും ഭക്തിയും ജലവും സംസ്കൃത ഭാഷയിൽ നിന്ന് വന്നതാണെങ്കിൽ ബസ്, സ്കൂള്, ഡോക്ടർ, ബെഞ്ച് ഉൾപ്പെടെയുള്ള പല പദങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം പോലെയാണ്. ഓരോ ഭാഷയും വ്യത്യാസമാണെന്ന്, ഓരോ ഭാഷക്കും അതിൻ്റെതായിട്ടുള്ള ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് വാദിക്കുന്നത് അത്രമേൽ വൈരുദ്ധ്യമാണ്. ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ഈ ഒരു ഒപ്പം നിൽക്കലുകൾ, ഈ ഒരു ചേർത്ത് നിൽക്കലുകൾ നമുക്കിടയിലുള്ള മതങ്ങൾക്കിടയിൽ കാണാം. ഇവിടെയുള്ള നൂറുകണക്കിന് മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, മതവിശ്വാസികളുണ്ട്. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഒരുപാട് ധർമ്മം പ്രചരിപ്പിക്കുന്നുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പറയുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവന് സഹായിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടന പോലും പല പ്രൊവിഷൻസും മറ്റു രാജ്യങ്ങളിൽ നിന്നും എടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ പ്രിയാമ്പിളിലെ ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഫ്രാൻസിൽ നിന്ന് നമ്മൾ എടുത്തതാണെങ്കിൽ നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെയുള്ള സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നുള്ള നീതിയുടെ ആശയം നമ്മൾ പഴയ റഷ്യയിൽ നിന്ന് USSRൽ നിന്നും എടുത്തതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ കൈകൊണ്ടപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ വീണ്ടും USSRൽ നിന്ന് നമ്മൾ എടുത്തതാണ്. നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടന, ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തോട് എങ്ങനെയാണ് ഭരണം നടത്തേണ്ടതെന്ന് പറയുന്ന DPSP നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന് മറ്റു പലതിനും ഒപ്പമാണ്. മനുഷ്യനൊരിക്കലും ഒറ്റക്ക് നിൽക്കുന്നവനല്ല, ഒറ്റക്ക് നിൽക്കേണ്ടവനല്ല, ഒപ്പം നിൽക്കുന്നവനാണ്, ഒപ്പം നിൽക്കേണ്ടവനാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ആ ഒരു പ്രത്യേകത കാണാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുമുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എനിക്കുണ്ടൊരു ലോകം, നിനക്കുമുണ്ടൊരു ലോകം, നമുക്കുള്ളൊരു ലോകം. നമ്മളെല്ലാവരും അവരവരുടെ ലോകത്താണ്, അവരവരുടെ സ്വാർത്ഥമായ താല്പര്യത്തിലാണ്. ഇൻഡിവിജ്വലിസത്തിൻ്റെ പുതിയ കാലത്ത് ഓരോ വ്യക്തികളും ഓരോ ലോകമാണ്, ഓരോ കമ്മ്യൂണിറ്റിയും വെവ്വേറെ ലോകമാണ്, ഓരോ നാടും വെവ്വേറെ ലോകമാണ്. അവർക്കൊക്കെ ലോകമുണ്ട്, പക്ഷെ ഒരുമിച്ച് നമുക്കൊരു ലോകമുണ്ടാവണം, ഒരുമിച്ച് നമുക്കൊരു ലോകമുണ്ടാവണം. അങ്ങനെ ലോകമുണ്ടാവണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ദുർബലരെ കേൾക്കാൻ സാധിക്കണം, ദുർബലരെ കാണാൻ കഴിയണം. നമ്മുടെ കണ്ണിൽ ഒരു ദൃശ്യം പതിയുമ്പോൾ നമ്മുടെ കോർണിയയിൽ പതിഞ്ഞ് ലെൻസിലൂടെ റെറ്റിനയിൽ അതിൻ്റെ തലതിരിഞ്ഞ ദൃശ്യമാണ് പതിയുന്നത്. ആ ദൃശ്യം തലച്ചോറിൽ പോയി നേരെയാകുമ്പോൾ നമ്മുടെ കാഴ്ച മാത്രമല്ല നേരെയാകേണ്ടത്, നമ്മുടെ കാണാനുള്ള ഉൾക്കാഴ്ച കൂടി നേരെയാകേണ്ടതുണ്ട്. നമ്മുടെ ചെവിക്കുള്ളിൽ 3 ചെറിയ എല്ലുകളുണ്ട്. ശരീരത്തിൽ വളരെ ചെറിയ എല്ലുകളാണ്. ആ വളരെ മാലിയസ് ഇൻകസ്റ്റേപ്പിസ് എന്ന് പറയുന്ന വളരെ ചെറിയ എല്ലുകൾ വളരെ ചെറിയ ഒച്ചയില്ലാത്തവരുടെ ഒച്ച പോലും, വളരെ പതിഞ്ഞ ശബ്ദം പോലും, ദുർബലരുടെ ശബ്ദം പോലും കേൾക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സ് നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ ലോകം, മനുഷ്യരുടെ ലോകം, മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് നമുക്കിവിടെ സ്ഥാപിക്കാൻ സാധിക്കുക. I don't know who sold our homeland. I don't know who sold our homeland, but I know who paid the price. പലസ്തീനിലെ കവി മുഹമ്മദ് മഹമ്മൂദ് ദർവേഷിൻ്റെ വരികളാണ്. എനിക്കറിയില്ല ആരാണ് ഞങ്ങളുടെ ജന്മഭൂമി, മാതൃഭൂമി വിറ്റ് കാശാക്കിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആർക്കാണ് അതിൻ്റെ വില നൽകേണ്ടി വന്നതെന്ന് എനിക്കറിയാം. 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങൾ ഗസയിൽ കൊല്ലപ്പെട്ടപ്പോൾ, മുലപ്പാൽ നിഷേധിക്കപ്പെട്ടപ്പോൾ, ബേബി ഫുഡ് പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ അത് എൻ്റെ പ്രശ്നമായി മാറുന്നില്ല.
നിങ്ങളുടെ പ്രശ്നമായി മാറുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും പ്രശ്നമായി മാറണമെങ്കിൽ നമ്മൾ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ വളരെ പ്രശസ്തമായ വരികളുണ്ട്. ഇൻജസ്റ്റിസ് എനിവേർ ഈസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവരിവെയർ എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലുള്ള ചെറിയ അനീതി പോലും ലോകത്താകമാനമുള്ള നീതിക്ക് വലിയ ഭീഷണിയാണ് എന്നുള്ളതാണ്. JNUവിൽ നിന്നും വരുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. വിദ്യാർത്ഥികൾ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടുകൾക്കെതിരെ ചെറുവിരൽ അനക്കുമ്പോഴേക്കും പോലീസിനെ കൊണ്ട് വിദ്യാർത്ഥികൾ ആക്രമിക്കുകയാണ്. ചർച്ചയില്ല, സംവാദമില്ല, ഡിബേറ്റില്ല, ഡിസെൻ്റില്ല, ഡിസ്കഷനില്ല. അവരെ തുറങ്കിലടക്കുകയാണ്. വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ, ഭരണകൂടത്തിനെതിരെ മിണ്ടാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഖാലിദിനെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾ വിചാരണ തടവുകാരായി രാജ്യത്തിൻ്റെ വിവിധങ്ങളായ ജയിലുകളിൽ കഴിയുന്നു. ബെയിൽ ഈസ് ദ നോം, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. ജാമ്യമാണ് നിയമം, ജയിൽ എന്നുള്ളതൊരു എക്സെപ്ഷനാണ്, പലപ്പോഴും ലംഘിക്കപ്പെടുകയാണ്. 1000 കുറ്റം ചെയ്തയാൾ കുറ്റം ചെയ്താൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നാം എഴുതി വെക്കാറുണ്ട്, പഠിക്കാറുണ്ട്. പലപ്പോഴും പ്രായോഗിക തലത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് വിചാരണ തടവുകാർ അവരുടെ വിചാരണ പോലും കഴിയാതെ ജയിലുകളിൽ ഉള്ളിൽ കിടന്നിരിക്കുകയാണ്. നമുക്ക് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂടെ, നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെ, ശബ്ദമില്ലാത്തവരുടെ കൂടെ, കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ കൂടെ, സോഷ്യൽ പ്രശ്നങ്ങളുള്ള ആളുകളുടെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് അക്കിത്തം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നുകൂടി പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ബാക്കിയാക്കാൻ നമ്മുടെ കണ്ണൂർ തുള്ളികൾ നമുക്കുണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാൻ നമുക്ക് സമയമുണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടാവണം. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. ലെറ്റ് സ്മൈൽ, ഇറ്റ്സ് ചാരിറ്റി, പുഞ്ചിരി ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച ഒരു ആശയത്തിൻ്റെ പ്രയോക്താക്കളാണ് നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. യൂണിസെഫിൻ്റെ കണക്കനുസരിച്ച്, ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ റിപ്പോർട്ട് അനുസരിച്ച്, മാനുഷിക സാഹചര്യങ്ങളുടെ സൂചിക അനുസരിച്ച് 6.5 മില്യൺ ജനങ്ങൾ ഇന്ത്യയിൽ ഈ നിമിഷം വലിയ മാനുഷിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആവശ്യമുള്ള ആളുകളുണ്ട്. 2024 മാത്രം 5.4 മില്യൺ അഭയാർത്ഥികൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡുകൾ, പ്രകൃതി പ്രക്ഷോഭങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വഴി 5.4 മില്യൺ ജനങ്ങൾ അവരുടെ വീടിന് പുറത്തായി, അവരുടെ നാടിന് പുറത്തായി, അവർ അഭയാർത്ഥികളായി മാറി. നീതി ആയോഗിൻ്റെ 2023 മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് പോവർട്ടി എന്ന് പറയുന്നത് പണമില്ലായ്മ മാത്രമല്ല, ജീവിക്കാനുള്ള സാഹചര്യമില്ലായ്മയാണ്, നല്ല ഭക്ഷണമില്ലായ്മയാണ്, വസ്ത്രമില്ലായ്മയാണ്, പാർപ്പിടമില്ലായ്മയാണ്. അതൊരു മൾട്ടി ഡയമെൻഷണൽ കാര്യമാണ്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് രാജ്യത്ത് 14.96% ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഭക്ഷണമില്ലാത്തവരുണ്ട്, വസ്ത്രമില്ലാത്തവരുണ്ട്, ജീവിക്കാൻ സാഹചര്യങ്ങളില്ലാത്തവരുണ്ട്, ലിവിങ് സ്റ്റാൻഡേർഡുകൾ പ്രശ്നമില്ലാത്തവരുണ്ട്, വിദ്യാർത്ഥികൾ പ്രശ്നമുള്ളവരുണ്ട്. ഏകദേശം 67% ജനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, കുട്ടികൾ വിളർച്ച അനുഭവിക്കുന്നവരാണ്. 59% കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ വിളർച്ച അനുഭവിക്കുന്നവരാണ്. വിദ്യാഭ്യാസത്തെ പലപ്പോഴും ഒരു പരിഹാരമായി നാം പറയാറുണ്ട്. വിദ്യാഭ്യാസം ഒരു ഈക്വലൈസറായി പറയാറുണ്ട്. പലപ്പോഴും ഒരു ഡിവൈഡറായി മാറുന്ന, വിദ്യാഭ്യാസം തന്നെ ഡിവൈഡറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. രാജ്യത്ത് 50% വിദ്യാർത്ഥികൾക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ലേണിംഗ് പോവർട്ടി എന്ന പേരിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ 60% കുട്ടികളും ഡിജിറ്റൽ ഡിവൈഡിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ അർത്ഥത്തിലും മനുഷ്യർക്കൊപ്പം നിന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്.
സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി അത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 തുല്യതയെ പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും മനുഷ്യർക്കൊപ്പം നിന്ന ഒരു ഭരണഘടനയും നിയമ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് കൊടുത്ത് അത് പ്രാക്ടിക്കലാക്കി ഇവിടെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന അർത്ഥത്തിലാണ് പൗരബോധമുള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ നമ്മളെല്ലാവരും ജനങ്ങൾക്കൊപ്പം, മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ടത്. ഒരു സമൂഹത്തിൻ്റെ ഗുണമേന്മ അളക്കാനുള്ള ഏറ്റവും സുഗമമായ വഴി ആ സമൂഹത്തിലെ ഏറ്റവും വൾണറബിളായ, അശരണരായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു അത് നോക്കിയാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. നമുക്കിടയിലുള്ള അശരണരെ, ബലഹീനരെ, പ്രശ്നമുള്ളവരെ, സ്ത്രീകളെ, ദളിതരെ, മൈനോറിറ്റികളെ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികളെ ഒരുമിച്ച് കൂട്ടിപ്പിടിക്കാൻ മനുഷ്യർക്കൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രചോദനമായി ഈ യാത്ര, കേരള യാത്ര മാറട്ടെ എന്ന് മാത്രം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.